എല്ലാവർക്കും നമസ്കാരം. ഇത് ഒരു എന്താ പറയുക, ഒരു മൊമെൻ്റസ് ഒക്കേഷനാണ് ഇത്. ഇതുപോലെ വേറെ ഏത് പടത്തിലും നടക്കുമോ എനിക്കറിയില്ല. പിന്നെ ഒരു അപൂർവമായ ഒരു വിഷയമാണ്. അതായത് ഞാൻ ആദ്യം എൻ്റെ അഴകിയ റാണൻ തൊട്ട് വരുമ്പോൾ ആ ജനറേഷൻ അന്ന് എൻ്റെ പാട്ടുകൾ ആസ്വാദിച്ച് മനസ്സിലാക്കി എന്നോട് സ്നേഹം കാണിച്ച് ആ ജനറേഷനുണ്ട്. പിന്നെ ആ ജനറേഷൻ എന്നോട് പാട്ടുകളോടാണ് വളർന്നത്. ആ ജനറേഷൻ കടന്ന് ഇപ്പോൾ ഇന്നും അടുത്ത ജനറേഷൻ വന്നു. പിന്നെ ഈ ജനറേഷൻ കൂടി ആ പാട്ടുകളെ അത്രത്തോളം ആസ്വാദിക്കുന്നു എന്ന് അത് കേൾക്കുമ്പോൾ തന്നെ അപ്പോൾ സംഗീതം സത്യമാണ്. സി ഐ റിയലൈസ് ദറ്റ് ഐ നോ ദറ്റ് music is God. For me it is God. So ഈ സത്യസന്ധമായ ഈ സംഗീതം നമുക്ക് ഓർക്കുമ്പോൾ, അതിനു വേണ്ടി നമുക്ക് ശ്രമിക്കുമ്പോഴും അതിന് കൃത്യമായിട്ട് അതിൻ്റെ പ്രതിഫലമുണ്ട്. മേ ബി ഇറ്റ് ഈസ് ഡിലേഡ് ബട്ട് ഇറ്റ് ഇസ് നെവർ ഡിനൈഡ് അല്ലേ? അപ്പോൾ ബട്ട് ഈവൻ ഈ പടം 24 years ബാക്ക് റിലീസായപ്പോഴും ഇതിലെ പാട്ടുകളൊക്കെ വളരെ മനോഹരമായിട്ട് എല്ലാവരും ഏറ്റെടുത്തു. അത് ഒരു ഹരമായി മാറി പോയി. പിന്നെ അപ്പോൾ ഉള്ള യങ്സ്റ്റേഴ്സ് എടുത്തത് അതിൻ്റെ ഒരു പ്രണയഗാനങ്ങളാണ് അതിലെടുത്തത്. പിന്നെ മ്യൂസിക്കലായിട്ട് ഉള്ളത് ഈ ജനറേഷനിൽ വരുമ്പോൾ ഇപ്പോൾ സമയമായ ഒരു 5 കൊല്ലം മുമ്പായിട്ട് വരുന്ന ഈ ജനറേഷനാണ് ഈ മ്യൂസിക്കിന് ഐ തിങ്ക് ദേ ആർ മോർ റിലേറ്റിംഗ് ടു ദി മ്യൂസിക്കാലിറ്റി ഓഫ് ദി അതിലുള്ള ഡെപ്ത്. പിന്നെ എല്ലാവരും I find so much of music in Kerala. Basically everyone is a singer and everyone is a talented singer. God has blessed so much. So അവർക്ക് അതിനുடைய ഡെപ്ത് അറിഞ്ഞിട്ടാണ് അവരിപ്പോൾ അത് എന്താ പറയുക, they are celebrating that music. I mean I'm very happy for that. I'm very happy to be part of the caucus unit with CBG. We have done so many beautiful films. All films were musical hits. ഇതുവരെ ഉള്ള എല്ലാ പടങ്ങളും. സോ ബട്ട് ഇന്നലെ ഞാൻ ചെന്നൈ തിയേറ്ററിൽ കാണുമ്പോൾ അതിൻ്റെ അതായത് ഞാൻ ഒറിജിനലായിട്ട് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഇപ്പോൾ കാണുമ്പോൾ ഇതൊരു പുതിയ പടമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിനെ ഒരു കംപ്ലീറ്റ് റീ എഡിറ്റഡ് വേർഷൻ അല്ലേ? കംപ്ലീറ്റ് ഒറിജിനലിൻ്റെ I think almost or 30 minutes, 25 minutes മേലെ they have removed the unwanted scenes. And പടം കാണുമ്പോൾ എനിക്ക് തോന്നിയത് I was watching an English film. അതാണ് എൻ്റെ തോന്നൽ. And it was very beautiful experience watching with the audience. And ഈ പടത്തിൻ്റെ ക്ഷമാവും I think through Caucus Media Entertainment, when she has taken up the reins from Siyat Kaukarji, now she is continuing the legacy. And this being a part of her legacy, I think it's going to do a lot of good for you, Shama. God bless you. And we have to thank all the media for Siyaji Paranyadu Pole, Atratholam. They have promoted the film, they have given so much of attention to the film. And of course, one of the prides of India, Sri Mohanlalji is there in the film who to carry it on his shoulders. And we have our view. Yeah, and I have to mention that. അതായത് വെറും ഈണങ്ങൾ കൊണ്ട് മറ്റുമല്ല ഒരു പാട്ട്. ഈണം എത്രത്തോളം നന്നായിരുന്നാലും അതിന് ചേരുന്ന വരികൾ വേണം, കവിത വേണം, വാക്കുകൾ വേണം. So I take this occasion to thank Kaidapuramji Tirumeni for his excellent contribution to the songs of the film. And പാട്ടുകളെല്ലാം ഒരു വഴിയെന്ന് പറഞ്ഞാൽ പിന്നെ ഈ എന്തരോ മഹാനുഭാവങ്ങളും ഒരു കീർത്തനം എടുത്തിട്ട് അവർ പറയുമ്പോൾ ഇത് ഇങ്ങനെ ഇത് വിശാൽ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഇവർ ഒരു ഇൻ്റർനാഷണൽ എന്താ പറയുക അക്ലൈംഡ് മ്യൂസീഷ്യനാണ് ഫ്രം ഇന്ത്യ. And that too from South India എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് അതാണ്. ഫ്രം സൗത്ത് ഇന്ത്യ പറയുമ്പോൾ നമുക്കെല്ലാവർക്കും വി ഹാവ് എ ഹംബിൾനെസ് ഇൻ അവർ ഹാർട്ട്. എത്രത്തോളം നമുക്ക് അറിവ് ഇരുന്നാലും ഐ തിങ്ക് വി ഹാവ് ടു
அந்த விட்டு ஒன்றும் கிடைக்கிறது இல்லை. நமக்கு வந்து we have a humbleness, we still respect our elders. So the song should be Endaro Mahanubavu, saluting all the great legends before us, all the great masters of music. அதை எடுத்து செய்யும்போது it was wonderful. And of course അത് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഞാനാണ്, ചെയ്തത് അവനാണ്. And that is God's presentation to our film and to my music career. So I thank God in this occasion. And നിങ്ങൾക്ക് ഏതെങ്കിലും ചോദിക്കണമെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. യെസ്, 24 വർഷം മുമ്പ് ഈ സിനിമ സാറ് കണ്ടിരുന്നു. ഇന്നലെ കണ്ടപ്പോൾ ഫീലും പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് കാണുമ്പോൾ അന്നും കണ്ടിട്ടുണ്ടാവില്ല. അന്ന് തിയേറ്ററിലാണോ കണ്ടതെന്ന് എനിക്കറിയില്ല സാർ. തിയേറ്ററിലാണോ അന്ന് കണ്ടിരുന്നത്? അന്ന് തിയേറ്ററിലാണ് കണ്ടത്. ഇന്ന് തിയേറ്ററിലാണ്. അല്ല, അന്ന് കാണുമ്പോൾ ഇവർ എനിക്കൊരു പ്രിന്റ് അയച്ചു ഇവിടുന്ന്. ആ പ്രിന്റ് ഒന്നും കിടപ്പുണ്ട് എൻ്റെ അടുത്ത്. എൻ്റെ ഒരു സ്റ്റുഡിയോയിൽ ഐ സ്റ്റിൽ ഹാവ് ദി DTS പ്രിന്റ് എന്നോടുണ്ട് എൻ്റെ സ്റ്റുഡിയോയിൽ. ഞാൻ പ്രിന്റ് ഇട്ടിട്ട് കണ്ടതാണ്. I have to mention നമ്മുടെ അവർ ആര് മിക്സ് ചെയ്തത്? സപ്ത സ്റ്റുഡിയോസ്. ഹരി എന്ന് പറഞ്ഞിട്ട് ഹരിനാരായണൻ. അയാളെ പ്രത്യേകമായിട്ട് ഞാൻ I have to congratulate him for the excellent audio work he has done. Because ഇത് മൾട്ടി ട്രാക്ക് നമ്മുടെ അടുത്തല്ല. We had only the 5.1 മിക്സ് ആണ് ഉള്ളത്. പിന്നെ എല്ലാ ട്രാക്സും മിക്സ് ചെയ്തിട്ട് DTSന് വേണ്ടി അന്ന് ചെയ്ത ഈ 5.1 ട്രാക്സ് ആണ് നമ്മുടെ അടുത്ത് ഉള്ളത്. പിന്നെ അതുകൊണ്ട് അറ്റ്മോസ്ഫിയറിലേക്ക് അവർ മാറ്റിയത് ഇടുമ്പോൾ ക്വാളിറ്റി ഇത്രത്തോളം അത് കെടാതെ അത് ചെയ്തത് വളരെ ശ്രദ്ധയോടും he has done with very good finesse. So I congratulate Hari Narayanan on this occasion. And അല്ല 4K എന്ന് പറയുന്നത് പിക്ചറിന്റെ ക്വാളിറ്റിയാണ്. നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ പുള്ളി ഇനി 4Kയിലേക്കുള്ള യാത്രയെന്നാണ് സാർ എങ്ങനെയാണ് കാണുന്നത്? 4K ഓക്കെ. അല്ല, അങ്ങനെയല്ല. പടത്തിന് എന്ത് അത്യാവശ്യം തേവയോ അതുപോലെ തന്നെ നമ്മൾ പടം ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇത്രത്തോളം അഡ്വാൻസ്മെൻ്റ് ആയിട്ടും ചില ഇംഗ്ലീഷ് പടങ്ങൾ നമ്മൾ കാണുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കാറുണ്ട് അവർ, അല്ലേ? 35mm ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ അതിൻ്റെ മാക്സിമം ഇമ്പാക്റ്റ് ആ സ്ക്രിപ്റ്റിനെ ഏത് തരുമോ അതാണ് മീഡിയം അവർ ചൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ ഡയറക്ടേഴ്സ് കോൺസെപ്റ്റ്. അത് ഞാനൊന്നും പറയാനില്ല. പിന്നെ ഡയറക്ടറാണ് ചൂസ് ചെയ്യുന്നത്. ഇത് എങ്ങനെ കാണണം അവർ ഉദ്ദേശിക്കുന്നു അതുപോലെ വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് വെദർ ഇറ്റ് ഇസ് ഇൻ 4K, ഡോൾബി അറ്റ്മോസ്, 5.1, 7.1 ടവർ എല്ലാം ഇത് ഒന്നുമില്ല. സിനിമയുടെ ഒരു പരാജയം സാർ എങ്ങനെയാണ് അന്നത്തെ കഴിഞ്ഞ ദിവസം സിബി സാറിന് ഇന്റർവ്യൂ പറഞ്ഞു, ഷിബ് സാർ സിനിമ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അന്നത്തെ ഒരു പരാജയം കാരണം എന്താ പറയുക? സാർ ആ സിനിമയുടെ അന്നത്തെ ഒരു പരാജയം, നമ്മളൊക്കെ അന്നും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്, തിയേറ്ററിൽ പരാജയപ്പെട്ടു. വീണ്ടും ഇന്നലെ കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്നുള്ള ഇതായിരുന്നു ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. ആ ഫീലാണ് ഇനിയും കുറച്ചും കൂടെ വേണമായിരുന്നു തോന്നിപ്പോയി. സാർ അന്ന് ആ സിനിമ പ്രേക്ഷകർ ഏറ്റെടുത്താന്ന് സാറിന് എന്തായിരുന്നു തോന്നിയത്? അല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ അധികം കണ്ടത് ഫെയിലിയേഴ്സ് ആണ്, സക്സസ് അല്ല. സോ അത് എനിക്ക് ഇറ്റ് വാസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ്. പിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതുപോലത്തെ പടത്തെ ഇവർ കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവർ ഏറ്റെടുക്കും, ഇവർ കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ എൻ്റെ വിചാരം തെറ്റിപ്പോയി. പിന്നെ ദാറ്റ് വാസ് എ ഡിസപ്പോയിൻറ്റ്മെൻറ്റ്. പക്ഷേ അന്ന് ഞാൻ തമിഴിലും കുറേ പടങ്ങൾ ചെയ്യുന്നുണ്ട് ആ കാലത്ത്. സോ ഐ ഡിഡ്ന്റ് ഹാവ് മച്ച് ഓഫ് ഡിസപ്പോയിൻറ്റ്മെൻറ്റ്. ബിക്കോസ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഞാൻ ചെയ്തത് മീശ മാധവനാണ് ഇത് കഴിഞ്ഞിട്ട്. സോ ഐ ഹാഡ് സോ മെനി ഫിലിംസ് ഓൺ മൈ ഹാൻഡ്. സോ ഇവർ പറയുന്നത് പോലെ ബിക്കോസ് ഹീ പുട്ട് എന്താ ഈ പടത്തിൻ്റെ മുമ്പോട്ട് 24 years he was working on the film. That is what CB sir told. So I mean his loss is not comparable, it is incomparable. For me இந்த படம் சரியாக ஓடிட்டிല്ലെങ്കിൽ അടുത്ത പടം ഉണ്ട് നമുക്ക് ചെയ്യാൻ. അവർക്ക് അങ്ങനെ ഇല്ലല്ലോ. he has invested his life, a part of his life into the film. So it would have affected more him and എന്താ പറയുക, without monetary benefits it would have affected more the producer. You understand? The technicians here because കുറേ പടങ്ങൾ ചെയ്തു വരുമ്പോൾ നമുക്ക് ഒരു പടം അങ്ങനെ ശരിയായിട്ട് ഓടിയില്ലെങ്കിലും അടുത്ത പടത്തിൽ അത് കവർ ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ.
So it didn't affect me much, but I had a disappointment, definitely. അന്ന് മ്യൂസിക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം ഉണ്ട്. അന്നത്തെ ഒരു ഓർമ്മയിലേക്ക് ഒന്ന് പോകാൻ പറ്റും സാർ. അന്ന് മ്യൂസിക് ചെയ്യുമ്പോൾ സിയാദുക്കായിട്ടും സിംസാറൊക്കെ ആയിട്ട് സംസാരിക്കും. ഇന്നലെ പടം കാണുമ്പോൾ ആ ഓർമ്മയിൽ തന്നെ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അല്ല, നമ്മൾ പൊതുവേ പടങ്ങൾ റീറെക്കോർഡിങ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ ഇപ്പോൾ പടത്തിൻ്റെ വിഷ്വൽസും പടത്തിൻ്റെ ആ പാശ്ചാത്തലവും അതുമാണ് നമുക്ക് ഇൻസ്പയർ ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ ഇൻസ്പയർ ചെയ്യുന്നത് അതാണ്. നമ്മൾ കാണുന്ന കാഴ്ചകളും അത് എങ്ങനെ അവതരിപ്പിച്ചു എന്ന്. സോ യൂഷ്വലി ഒരു തമിഴ് പിക്ചറോ അല്ല ഒരു മലയാളം പിക്ചർ നമുക്ക് റീറെക്കോർഡിങ് ചെയ്യുമ്പോൾ ഒരു 6-7 ദിവസത്തിൽ തീരും റീറെക്കോർഡിങ്. ഈ പടത്തിൻ്റെ റീറെക്കോർഡിങ് ഞാൻ അന്ന് ചെയ്തത് 30 ഡേയ്സാണ്. അത് ഞാൻ എത്രത്തോളം ചെയ്തു, ഇന്നും അത് ആ പടം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഏതോ ചെയ്യണം. ഇപ്പോൾ പല പ്രാവശ്യം ഇപ്പോൾ അതൊക്കെ മുമ്പോട്ട് ഞങ്ങൾ ചെയ്ത പടങ്ങളുടെ സിയാജി അവിടെ വന്നിട്ട് ഒരു 5th ഡേ വരുമ്പോൾ അത് തീരാറാവും. ആ പടത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ തീരാറാവും. ആ സ്റ്റേജിൽ ആണ് അവർ വന്ന് കാണുന്നത്. അപ്പോൾ ആദ്യം തുടങ്ങിയിട്ട് പിന്നെ ഒരു 5 ഡേയ്സ് കഴിഞ്ഞിട്ട് സിയാജി അവിടെ വരുമ്പോൾ പടം എൻഡ് ഓൾമോസ്റ്റ് 13th റീൽ 14th ക്ലൈമാക്സ്ക്ക് മുമ്പോട്ടുള്ള റീലിൽ നമ്മൾ കിടക്കും. പക്ഷേ ഈ പടത്തിൽ അവർ 2-3 ടൈംസ് വന്നു ചെന്നൈക്ക്. 3 ടൈംസ് വരുമ്പോൾ ഇന്നും തീർന്നിട്ടില്ല, ഇന്നും സമയം വേണമെന്ന്. പിന്നെ അവർ ഒന്നും പറഞ്ഞില്ല, ഓക്കെ ടേക്ക് യുവർ ടൈം. പിന്നെ that shows his confidence in me. His confidence not only in me, his confidence in the picture. ഈ പിക്ചറിനെ ഇത്രത്തോളം നെസസറി. പിന്നെ അതുകൊണ്ടാണ് വിദ്യാസാഗർ ഇത് ചെയ്യുന്നത്. അങ്ങനെ ഒരു നമുക്ക് ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ സീ ടു മെനി പ്രൊഡ്യൂസേഴ്സ് ലൈക്ക് CRG ഫോർ ദാറ്റ് മാറ്റർ, അല്ലേ, ഹു സപ്പോർട്ട്. ഒരു ടെക്നീഷ്യന് വേണ്ടിയത് അതാണ്. എനിക്കിത് വേണമെന്നും പോലെ അത് തരണം, പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അത് ഈ പടത്തിനെ ഇത്രത്തോളം എനിക്ക് ಇನ್ನೊരു 5 ഡേയ്സ് വേണം. അപ്പോൾ ഇത് തീർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ that was a lovely experience ആ പടം ചെയ്യുമ്പോൾ. അതിൻ്റെ ഒരു മെയിനായിട്ട് ആ പടത്തിൽ വരുന്ന ആ 7 bells എന്ന് പറയുന്ന സാധനമുണ്ടല്ലേ, അതാണ് that was the main key എലിമെൻറ്റ്. ഞാൻ പറഞ്ഞു എന്താണ് 7 bells എന്ന്, ഞാൻ എന്തോ ഉദ്ദേശിച്ചു. പിന്നെ ഒരു പടം കാണുമ്പോഴാണ് ഞാൻ കണ്ടത് അത് പിയാനോ അല്ല, ഹാർമോണിയം അല്ല, വെറുതെ ഒരു ബെൽസും അല്ല, എല്ലാം ചേർന്ന് ഒരുമിച്ച് ഒരു സാധനമാണത്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് ഡിസൈനിങ് ഇത്തിരി സമയമെടുത്തു. പിന്നെ ആ ബെല്ലോസ് വരുമ്പോൾ അത് ശ്വാസം എടുക്കുന്നത് പോലെയാണ്. അത് ബെല്ലോസ്, ഹാർമോണിയത്തിൻ്റെ ബെല്ലോസ് പോലെ പിയാനോ കീസുണ്ട്, പെഡലുണ്ട്, പിന്നെ ബെല്ലോസുണ്ട്. പിന്നെ ശ്വാസം എടുത്തിട്ട് ആ സൗണ്ട്, ആ ശബ്ദം വരുന്നുണ്ട്. പിന്നെ ഈ ഓരോരോ ബെല്ലും നോട്ട് വായിക്കുമ്പോൾ പിന്നെ മേലോട്ട് ചെറിയ ബെൽസ് ഉണ്ട്, അതിൻ്റെ കംപ്ലീറ്റ് അത് വായിക്കും. ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വിദ്യാജി പറഞ്ഞതുപോലെ വിദ്യാജി ഈ മൂവിയിലേക്ക് വരുന്നത് ഇതിന് മുമ്പത്തെ വേർഷൻ ഫസ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് ഹി കെയിം ടു കൊച്ചി. ഇവിടെ വന്ന് ഫുൾ സ്ക്രിപ്റ്റ് കേട്ടപ്പം സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് ഏകദേശം ഒരു 6 മാസം മുമ്പേ കഥയെപ്പറ്റി നല്ല ധാരണ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അന്ന് തൊട്ട് അദ്ദേഹം മനസ്സിലത് വർക്ക് ചെയ്ത് തുടങ്ങി കാണണം. ഈ എന്തിനോ മഹാനുഭാവലോ അതിൻ്റെ ഡിസിഷൻ എടുക്കുക കീർത്തനം തന്നെയാണെന്ന് ഡിസൈഡ് ചെയ്ത് അദ്ദേഹമാണ്. അതിനു വേണ്ടി അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് 1 മാസത്തോളം അതിൻ്റെ നൊട്ടേഷൻസ് എടുക്കാൻ തനിച്ച് സമയമെടുത്തു, ആ ഒരു പാട്ടിന് വേണ്ടി മാത്രം. അപ്പോൾ അത് പിന്നെ ഞങ്ങളുടെ ഒരു റിലേഷൻ തുടങ്ങുന്നത് ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് വിത്ത് പ്രണയവർണ്ണ. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ സിനിമകൾക്കും എനിക്ക് ഏറ്റവും മനോഹരമായ പാട്ടുകൾ തന്നയാളാണ്. പ്രണയവർണ്ണങ്ങൾ, സമരൻ ബസര, ഉസ്താദ്, എല്ലാത്തിനും ഭയങ്കര ഗംഭീരം. അപ്പം ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 4ാമത്തെ പടമാണ് ബാക്ക് ടു ബാക്ക് ഞങ്ങൾ ചെയ്തു. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു നല്ല റാപ്പ് ഉണ്ടാവും. എനിക്കെന്താ വേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം എനിക്ക് എന്ത് തരുമെന്നുള്ളത് എനിക്ക് പറയാം. കൃത്യമായിട്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സിയാദിനും അതിനു മുമ്പ് മറവത്തൂർക്കരവും സമരൻ ബദരവും ഒരുമിച്ച് അവർ ചെയ്തുകൊണ്ട് ഞങ്ങൾ 3 പേരും തമ്മിൽ കൃത്യമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പറയാതെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പം ഈ കഥ വന്നപ്പോൾ നമുക്ക് വേറെ ഓരോ ഓപ്ഷനും ഇല്ല. വിദ്യ ഈസ് ഗോയിങ് ടു ഡു ദിസ് മൂവി എന്നുള്ളത് ഞങ്ങൾ ഡിസൈഡ് ചെയ്താണ്
So he was very much part of this movie from the even before we started shooting. അങ്ങനെ ഒരു 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 ഇൻവോൾവ്മെൻറ്റ് എല്ലാവർക്കും ഇതിനകത്തുണ്ട്. ഒരുപാട് പേരുടെ ഇൻപുട്സ് ഉണ്ട്. ഇതിപ്പം എൻ്റേതോ രഘുവിൻ്റേതോ മാത്രമല്ല, ഇതിന് ഓരോ ടെക്നീഷ്യൻസും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ, സന്തോഷ് തുമ്പീരായാലും മുക്തരാജായാലും ശ്രീധർ സാറായാലും സതീഷ് കോസ്റ്റ്യൂംസിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കൃത്യമായ ഇൻപുട്സ്, അവരുടെ ഏറ്റവും ബെസ്റ്റ് ഇൻപുട്സ് സിനിമയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാൾക്ക് മാത്രം ഇതിൻ്റെ ഒരു ക്രെഡിറ്റും അവകാശപ്പെടാനില്ല. എബവ് ഓൾ ദ പ്രൊഡ്യൂസർ. കാരണം ഒരു പ്രൊഡ്യൂസർ ധൈര്യമായിട്ട് ഒരു ഡയറക്ടറെ വിളിച്ചിട്ട് ആദ്യം പറയുകയാണ്, എനിക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമ കാണും, ഒരു കഥ കിട്ടുമെന്ന് ചോദിച്ചു. അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആർട്ടിസ്റ്റുകൾ പ്രശ്നമല്ല, ആക്ടർ അതൊക്കെ പിന്നീട് കഥ കൊണ്ടുവരും, കഥയ്ക്ക് പറ്റുന്ന ബാക്കിയെല്ലാം കൊണ്ടുവരും. അങ്ങനെ ഒരാൾ ധൈര്യമായിട്ട് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ, നമ്മളെ ഒരാൾ വിശ്വാസത്തിലെടുക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ലത് കൊടുക്കാൻ പറ്റുന്നത്. അപ്പം ഇതെല്ലാം ഒരു വല്ലാത്തൊരു കോമ്പിനേഷൻ ഒത്തുവന്നത്. ബട്ട് റിസൾട്ട് വാസ് ഡിസപ്പോയിൻറ്റിങ് അന്നത്തെ കാലത്ത്. ബട്ട് 24 വർഷങ്ങൾക്ക് ശേഷം ദിസ് ഈസ് വൺ ഓഫ് എ കൈൻഡ്. ഇങ്ങനെയൊന്നും ഇതിനു മുമ്പായിട്ട് ഉണ്ടായിട്ടില്ല, ലോക സിനിമയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് എൻ്റെ ഓർമ്മയിൽ, എൻ്റെ അറിവിലില്ല ഒരു പരാജയപ്പെട്ട സിനിമ ഒരു 4 നൂറ്റാണ്ടിന് ശേഷം പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നു, അത് തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അത് ഞങ്ങളാരും ഇങ്ങനൊരു സക്സസ് പ്രതീക്ഷിച്ചില്ല. ഇത് ചെയ്യുമ്പോൾ വരും ആൾക്കാർ വന്ന് കുറേയൊക്കെ കാണും, കുറച്ച് പേര് വരും, കാണും, പോകുന്നൊക്കെയാണ്. ഫസ്റ്റ് ഡേ തൊട്ട് ഇതിൻ്റെ ബുക്കിംഗ് ഓപ്പൺ ചെയ്ത് തൊട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. നമ്മൾ വിചാരിച്ചതിലേക്ക് എത്രയോ മുകളിലേക്കാണ് ഇത് ആൾക്കാരെ ഏറ്റെടുക്കുന്നതെന്നുള്ളത്. ഇതൊന്നും ഞങ്ങളുടെ ആരുടെയും കഴിവില്ല, മുകളിലൊരാളുണ്ട്. എല്ലാം എന്താണ്, നമ്മൾ ഒരിക്കലും മനുഷ്യസാധ്യമല്ലാത്തൊരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ആരുടെയും കഴിവുണ്ടെന്നില്ല, അങ്ങനെ ഒരു തോന്നൽ ഇവരുടെ ഉള്ളിലേക്ക് വരുത്തിയതാരാണെന്ന് എനിക്കറിയില്ല. ഇത് പ്രേക്ഷകരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് ഇങ്ങനെ സ്വീകരിക്കുമ്പോഴൊന്നും നമുക്കറിയില്ല. ബട്ട് എവറിത്തിങ് കീം ഇൻ ടു പ്ലേസ്, എല്ലാം കൃത്യമായിട്ട് വന്നിരിക്കുന്നു. അത് എനിക്ക് നന്ദി പറയാനുള്ള ദൈവത്തോട് മാത്രമാണ്. 24 വർഷത്തെ ഞങ്ങളുടെ ഒരു ട്രാവലുണ്ട് ഇതിൻ്റെ ആഗടി. അദ്ദേഹം പറഞ്ഞതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം 42 വർഷത്തെ ഒരു ട്രാവലാണ്. അപ്പം സിയാദിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ കഴിഞ്ഞ 24 വർഷത്തെ നമ്മളാരും കടന്നു പോകാത്ത വലിയൊരു പ്രതികൂലങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടുണ്ട്. അതിനെല്ലാം ഒരു എന്താണ് ഞാനെപ്പോഴും പറയാനുള്ള കാര്യം, സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ടും നമ്മളൊരു ജോലി ചെയ്താൽ അതിന് പ്രതിഫലം ഉണ്ടാകും. അത് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നു. സോ എല്ലാവർക്കും നന്ദിയുണ്ട്. ഈ സിനിമയെ ഞങ്ങളിലേക്ക് കൊണ്ടുവരാൻ, ഇങ്ങനൊരു സിനിമയെപ്പറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് ഒരു പുതിയ തലമുറയാണ്. നമ്മൾ പലപ്പോഴും അവരുടെ കാഴ്ചപ്പാടുകളെ തെറ്റായി ചിന്തിക്കാൻ പലപ്പോഴും പക്ഷേ അവരൊക്കെ നല്ല രീതിയിൽ സിനിമയെ കാണുകയും ആസ്വദിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അവർ ഈ സിനിമയുടെ നന്മയെ തിരിച്ചറിഞ്ഞത് ഈ തലമുറയാണ്. അവരോടാണ് എനിക്ക് എൻ്റെ ഈ ഒരു സ്നേഹം ഏറ്റവും കൂടുതലായിട്ട് പങ്കുവെക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ എല്ലാവർക്കും, പ്രത്യേകിച്ച് നിങ്ങളോട്, സിയാദ് പറഞ്ഞ പോലെ 40ഓളം ചാനലുകൾക്ക്, നമ്മൾ റേഡിയോ സ്റ്റേഷൻസ്, പ്രിൻ്റ് മീഡിയ, എല്ലാവരും ഞാനൊരു 4 ദിവസം 1 മണിക്ക് മുമ്പ് ഉറങ്ങിയിട്ടില്ല. വീണ്ടും രാവിലെ എഴുന്നേറ്റു എല്ലാവരും, ഞങ്ങളെല്ലാവരും ഹോൾ ടീം. അപ്പോൾ അത്രയും മാത്രം സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. എല്ലാവരും ഇത് നല്ല സ്റ്റഡി ചെയ്ത് വന്നിട്ടാണ് ഇതിനെപ്പറ്റി നമ്മളോട് ചോദിക്കുന്നത്. അപ്പം നമുക്ക് പറയാനുണ്ട്, അത് വലിയ റീച്ച് ഉണ്ടാക്കി സൊസൈറ്റിയിൽ. നമ്മളൊരു പത്രപരസ്യം കൊടുത്തിട്ടില്ല ഈ സിനിമയ്ക്ക്, അതിൻ്റെ ആവശ്യമില്ല. കാരണം അവരുടെ മനസ്സിലുണ്ട്, നമ്മളെ ഒരു പത്രപരസ്യം ഒരു ദിവസം കണ്ട് മറന്നു പോകുന്നതാണ്. പക്ഷെ അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയുന്നത് അതിനേക്കാൾ വലിയ രീതിയിൽ ഈ സിനിമയോടുള്ള സ്നേഹം പതിഞ്ഞു കഴിഞ്ഞതാണ്. സോ എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു.